സ്വസ്ഥമായിടുക, സ്വർഗ്ഗതാതൻ സഹായമായുള്ളതിന തെല്ലും പതരേണ്ട, മനം കലങ്ങേണ്ട, തിരുനാമവനിൻ സ്തുതി പാടിടുക, മനമേ നീ സ്വസ്ഥമായിടുക. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി 2015 ഒക്ടോബറിൽ ഇസ്രായേൽ പാലസ്തീൻ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ഇരുകൂട്ടരും പരസ്പരം അംഗീകരിച്ച് മേഖലയിൽ ശാശ്വത സമാധാനം നിലനിർത്തണം എന്നായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു 10 വർഷങ്ങൾക്ക് ശേഷം 2025 ജൂലൈ 8 വാഷിങ്ടണിൽ വെച്ച് പറഞ്ഞത് സ്വതന്ത്ര പാലസ്തീൻ സാധ്യമല്ല. പാലസ്തീൻകാർക്ക് സ്വയം ഭരണത്തിന് എല്ലാ അധികാരവും ഉണ്ടായിരിക്കും, എന്നാൽ പൊതുവായ സുരക്ഷ ഉൾപ്പെടെ ഉള്ള പരമാധികാരം ഇസ്രായേലിന് മാത്രമായിരിക്കും. സ്വതന്ത്ര രാജ്യം അനുവദിക്കുന്നത് ഞങ്ങൾക്ക് ആത്മഹത്യാപരമായിരിക്കും. അത് ഇസ്രായേലിനെ തകർക്കുവാനുള്ള സംവിധാനമായി ഉപയോഗിക്കപ്പെടും. 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത്, നെതന്യാഹു പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ച് എങ്ങനെ സമാധാനം കരഗതമാകും? ഇനി അഥവാ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചാൽ ശാശ്വത സമാധാനം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. യുദ്ധവും ഭിന്നതയും അടിമത്തവും വർഗീയ കലാപങ്ങളും പൗരോഹിത്യ വാഴ്ചയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലത്ത് പലസ്തീനിലെ ജനങ്ങളുടെ കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. കർത്താവ് ഇപ്രകാരം പറഞ്ഞുവെങ്കിലും നമ്മിൽ എത്ര പേർ സമാധാനം ഉളവാക്കി ദൈവപുത്രന്മാരായി തീർന്നിട്ടുണ്ട്? അതിലുപരി നമ്മിൽ എത്ര പേർക്ക് സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? നമുക്കെങ്ങനെ സമാധാനം അനുഭവമാക്കുവാൻ കഴിയും? ഇതിനുള്ള ഉത്തരം സഖരിയ പ്രവചനം 8-ാം അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. സഖരിയാവിൻ്റെ പ്രവചനം BC 520-480 കാലമാണ്. ബാബിലോൺ പ്രവാസത്തിൽ നിന്നും യെരുശലേമിൽ മടങ്ങി വന്ന പ്രവാസികളായിരുന്ന യഹൂദന്മാരോടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. അവരോട് പറയുന്നത്, ഇനിയും നിങ്ങൾ സത്യവും സമാധാനവും പുലർത്തണം. അങ്ങനെ ചെയ്യുമെങ്കിൽ മശിഹ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾ ആശ്വാസവും സമാധാനവും അനുഭവമാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജീവിതം ശുഭകരമായി തീരും. അതായത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന സമാധാനമാണ് നമ്മുടെ ജീവിതത്തെ ശുഭകരം ആക്കുന്നത്. ഡിവൈൻ പീസ് ട്രാൻസ്ഫോം ലൈഫ് പോസിറ്റീവ്ലി. സഖരിയ 8:16-17 വാക്യങ്ങളിൽ സമാധാനം അനുഭവമാക്കുവാനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയണം. നേരോടും സമാധാനത്തോടും ന്യായപാലനം ചെയ്യണം. കൂട്ടുകാരനോട് ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കള്ളസത്യം ചെയ്യരുത്. അതായത് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുകയും കൈക്കൂലി വാങ്ങാതെ ന്യായം വിധിക്കുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്താൽ സമാധാനം കൈവരുത്തുവാൻ സാധിക്കും. യെശയ്യാവ് പറയുന്നത്, വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും രൂപപ്പെടുത്തി പരസ്പരം വാൾ ഓങ്ങാതെയും യുദ്ധം അഭ്യസിക്കാതെയും ഇരിക്കുമ്പോൾ സമാധാനം അനുഭവമാകും എന്ന 2:4. സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, എല്ലാവർക്കും നീതിയും സന്തോഷവും ലഭ്യമാകുമ്പോൾ എത്തിച്ചേരുന്ന അനുഭവമാണ് സമാധാനം. സമാധാനത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് എടുക്കുമ്പോൾ മാത്രമേ പുരോഗതിയും പ്രത്യാശയും ഉണ്ടാവുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് ചെയ്യാവുന്നത് നാം ചെയ്യണം. സത്യസന്ധമായും സുതാര്യമായും നീതിയായും സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തണം. അപ്പോൾ സമാധാനം സാധ്യമായി തീരും. എന്നാൽ ഇതൊന്നും സ്വയമായി ചെയ്യുവാൻ കഴിയില്ല. അതിന് കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്,
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനം അല്ല. യോഹന്നാൻ 14:27. കർത്താവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം അനുഭവമാക്കി ആ സമാധാനത്തിൻ്റെ കാവൽക്കാരായി നാം ഓരോരുത്തരും തീരണം. ക്രിസ്തുവിൽ കൂടി അനുഭവമാകുന്ന സമാധാനം ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. യോഹന്നാൻ 16:22. കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും എന്ന. അതായത് സമാധാനവും സന്തോഷവും ആന്തരികമായ അനുഭവം ആണ്. ആന്തരിക സമാധാനം അനുഭവമാകുമ്പോൾ കഷ്ടതയിൽ പാടുവാനും നഷ്ടാനുഭവങ്ങളിൽ സന്തോഷിപ്പാനും കഴിയും. യേശുക്രിസ്തു മൂലമാണ് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത്. റോമർ 5:1 കർത്താവിനോടുകൂടി അല്ലാതെ ആർക്കും സമാധാനാനുഭവത്തിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. ബാഹ്യ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും കർത്താവിൽ കൂടി അനുഭവമാക്കുന്ന സമാധാനം ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇല്ല. കർത്താവെ, സമാധാന അനുഭവത്തിൽ എൻ്റെ ജീവിതത്തെ ശുഭകരമായി രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ. വയലിലെ റോസൈ ചമ